എന്താ പരിപാടി? ഞങ്ങളിവിടെ ഗുണ്ടാപിരിവ് നടത്തിക്കൊണ്ടിരിക്കുവായിരുന്നു. അണ്ണ എന്ത് പണി കാണിച്ചത്? ഞാനാണോ അതിന്റെ അടുത്ത്? സിറ്റുവേഷൻ ആയില്ലേ? സിറ്റുവേഷൻ എടുത്ത് ഞാൻ പറഞ്ഞിരിക്കുന്ന സമയത്താണ് ലക്ഷം പോയി അണ്ണന്റെ ജീവനോടെ നമ്മളെ മനസ്സിലേ കഫേയിൽ കേറിട്ടെ കാപ്പി പറഞ്ഞ് കുത്തിന് പിടിച്ച് അവിടുത്തെ ബാഗിൽ ചവിട്ടി കയറ്റി കാശ് വെച്ചോണ്ടിരിക്കുന്നു. അപ്പല്ലേ പറഞ്ഞ വേറെന്ന് അപ്പൊ തന്നെ ഊരടിച്ച് വന്നില്ല നമ്മള് പൈസ ഇപ്പൊ വന്നില്ല. ഇടയ്ക്കിടയ്ക്ക് ഊരി കളയുന്നില്ലാണ്. എന്തൊക്കെയുണ്ടാ സുഖാണോ? പിന്നെ പരമസുഖം. നീ പൂളി കിടക്കുന്നുണ്ടേ പിന്നെ ഇപ്പഴാ ആരെ പൂളി പൂളൂലല്ല നമ്മളോട് സിറ്റുവേഷൻ ആയില്ലേ? റൊണാൾഡോയുടെ തലയിലുള്ള കൊള്ളണം. ഇപ്പൊ ഇവിടെ കത്തിക്കല്ലേ എല്ലാവരും എടുത്തിട്ട്. ലക്ഷ്മി അമ്മാൾ ഇത് ഓട്ടോപ്പേ ആടാ. അക്കൗണ്ടിൽ തിരിച്ചു ചോദിക്കില്ലേ? അണ്ണാ ഇതിപ്പോ എന്ത് വള്ളി എന്താ വിതരണം ചെയ്തിട്ടില്ല. എന്നെ ഇപ്പൊ ഞാൻ ഉച്ചയ്ക്കുള്ളൂ. അതുകൊണ്ട് എന്നെ വല്ലതും 3-4 പേര് കൺഫോൺ ചെയ്താൽ ഞാൻ ഫിയർ കാണിക്കൂല കേട്ടോ. പെട്ടെന്ന് വന്നോണേ. യെസ് കോച്ച്, എന്താ പരിപാടി? ഓടി വന്നു. ഇവന്മാർ എന്റെ അകത്ത് ഒരു മാസമാണ്. കാർലോ 3 പേരാണ് ഞാൻ തല്ലും ഉറപ്പാണ്. ഇത് കാർലോ അല്ലേ? കാർലോ ഹലോ ഹലോ നീല നീല എവിടെ? ഒരു പെട്ടെന്നൊരു സിറ്റുവേഷൻ വരുമ്പോഴത്തേക്കും ഗ്യാങ് ബസ്റ്റർ നോക്കൂല. അന്നേരം തന്നെ വലിച്ചൂരി വരത്തില്ല. നീ ഇവിടെ കാല് കുത്തിയപ്പോഴേ എന്തോ ഒരു മനസ്സിലായി. ആരാണ്? ചന്ദ്രനല്ലേ? നിന്റെ ഗ്യാങ്സിലോട്ട് കയറുന്നല്ലേ? അണ്ണ പിന്നെ അണ്ണന്റെ തന്നെ ആർക്ക്? അവനെ ഉണ്ടാകാനുള്ള പോക്കൃത്തിനെ കാണിക്കാനും നിന്റെ കൂടെ, അല്ലാതെ വേറെ ആരും ഉണ്ടായിരുന്നു. വേറെ ആരുടെ കൂടെ ഉണ്ടായിരുന്നില്ല. എന്ത് കഥയാണ് ഈ പറയണേ ചന്ദ്രൻ? എനിക്ക് മനസ്സിലാവില്ല. എന്ത് ഇതാരടാ? ശീവ പയ്യവാടാ. ചന്ദ്രാളി എന്നാരോ? നീ അടിക്കണ അടിക്കണ അവൻ അടിക്കണ. അണ്ണാതി ആക്റ്റീവ് ഇന്നോട്ട് ഇതാരാ പാപ്പ? ഇത് അപ്പാപ്പ അല്ല, ഇതാരാ ചോറ്? അണ്ണന് വിഷമ വേറെ ഫോട്ടോ ഉണ്ട്. കമ്മിറ്റഡ് ആയോ? അപ്പൊ കൂട്ടേ ഇവനോടെ
ജിഗുറുവിന്റെ പ്രസവം ഉണ്ട്. ജിഗുറിന്റെ പ്രസവോ? ഞാനാണ് പ്രസവം എടുക്കുന്നത്. റിഫ്ലക്സ് പോരടാ ഗണ്ണൊക്കെ എടുക്കണ്ടേ വാസുണ്ടെങ്കിൽ വളരെ ഇതായിട്ട് വരാൻ പ്രാർത്ഥിക്കണം അണ്ണൻ. അണ്ണ അപ്പൊ തന്നെ ഉറപ്പായിട്ടും. ഗണ്ണൊക്കെ എടുക്കണ്ടേ എടാ ഞാൻ ഒരു കാര്യം പറയട്ടെ, എന്റെ അകത്ത് ഈ മോബി കേറിയിട്ട് മറ്റേ ഇതെന്തോ ഓണാക്കിയിട്ടുണ്ട്. ഒന്നും പണിതില്ല. എടാ ഇതിനകത്ത് ഭയങ്കര മോശം ബ്ലർ ഭയങ്കരമായിട്ട്. ഇല്ലില്ല, ഒന്നും ചെയ്തിട്ടില്ലെന്ന്. ഗൈസ് നിങ്ങക്ക് ബ്ലർ ആവുന്നില്ലേ? എന്നാ സബ് മിസ്സായി. ആരുടെ സബ് മിസ്സായത്? ജർമ്മൻ കണ്ണാപ്പി. താങ്ക് യു സോ മച്ച് ബ്രോ, താങ്ക് യു സോ മച്ച്. ഗൈസ് ഇതെന്താന്നറിയോ നിങ്ങൾക്ക്? രണ്ടു മൂന്ന് ദിവസമായിട്ട് ഈ പറഞ്ഞ പോലെ എന്റെ 2-3 ലൈവില് 650 രൂപ വെച്ച് മെമ്പർഷിപ്പ് എടുക്കുന്നുണ്ട്. അതായത് ഗെയിമിംഗ് റൂം പണിയുമല്ലേ, ഒന്നാമത്തെ കാര്യം ഗെയിമിംഗ് റൂം പണിയുക. എന്നിട്ട് ഒരാഴ്ച കഴിയുമ്പോൾ ഇതെല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ എല്ലാം കൂടെ ഒരു 1800-2000 രൂപ ഉണ്ടാവും. ഒരാഴ്ച കഴിയുമ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറയും, അണ്ണാ ഞാൻ സബ്ബായിട്ട് കുറച്ച് മെമ്പർഷിപ്പ് എടുത്തായിരുന്നു 100-ലധികം എന്ന് പറയും. മനസ്സിലായ? എന്നിട്ട് എല്ലാം കൂടെ കണക്ക് പറഞ്ഞാൽ അവൻ്റെ അടുത്ത് ജയിക്കാൻ പറ്റൂലല്ലോ. കണക്ക് പറഞ്ഞാൽ എന്തായാലും ജയിക്കാൻ പറ്റത്തില്ല. അപ്പൊ പിന്നെ അത് ലാസ്റ്റ് സമ്മതിച്ച് കൊടുക്കേണ്ടി വരും. 2000 രൂപ വന്നിട്ട് 60,000 രൂപ കയ്യിൽ നിന്ന് മേടിക്കും. ഒരു സംശയവും ഇല്ല. ഒന്നും പറയില്ല ഇപ്പഴാ പറഞ്ഞത്. സുദീപ് ബ്രോ താങ്ക് യു സോ മച്ച് ഫോർ ദി 5 മെമ്പർഷിപ്പ് അഗൈൻ. സുദീപ് ബ്രോ ഇത് ആരാണ് പുതിയ ഡൊണേറ്റ്? ഓ പറടാ, അടുത്ത ആഴ്ച നമ്മുടെ എലിയുടെയും ചിമ്പുക്കുരങ്ങന്റെയും കല്യാണമാണ് സിറ്റിയില്. സന്തോഷ വാർത്ത. ഞാൻ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ കേൾക്കുമ്പോഴാണ് എനിക്ക് സന്തോഷം വരുന്നത്. അവര് മൃഗങ്ങളുടെ യൂണിവേഴ്സ് എന്തിനാണ് നമ്മൾ അവരകത്ത് ഇറങ്ങുന്നത്? എലി, കൊരങ്ങൻ, കൊക്ക്, കൊളയട്ട, അങ്ങനത്തെ കുറെ സാധനങ്ങളല്ലേ. അത് അങ്ങനെയൊക്കെ പോട്ടെ. അടിയെന്നൊക്കെ പറഞ്ഞു വരുമ്പോ എനിക്ക് അടിക്കണം, എനിക്ക് അല്ലെങ്കിൽ ഒന്ന് പോസ്റ്റർ നിൽക്കാവില്ല. എനിക്ക് പോസ്റ്റർ നിൽക്കാവില്ല. അങ്ങനെ നീ ഒരു കാര്യം ചെയ്ത് മുതുക്കി ചെപ്പോ ആരെങ്കിലും തല്ലി സസ്പെൻഷനും മേടിച്ച് വെളിയിലിരി. പറയടാ, ഇവിടെ പണിയൊന്നും ഇല്ലാണ്ട പണിയെടുക്കാനായിട്ട്. ഇതാര് സക്കീറാണോ? ഓ ഞാൻ തന്നെ. പണിയില്ല ഇവിടെ? ഇല്ല, പണിയില്ല, പൈസ ഇല്ല. രാവിലെ 6 മണി തൊട്ട് വൈകിട്ട് 6 മണി വരെയുള്ള പണി. 6 മണി തൊട്ട് 6 മണി വരെ ഇല്ലേ? 6 മണി തൊട്ട് 6 മണി വരെ വരണം. അല്ല മെയിൻ പണിയൊക്കെ എടുത്ത് കളഞ്ഞു വേണ്ട. ഇല്ലില്ല, ചേച്ചി വന്ന് രാവിലെ 6 മണി തൊട്ട് ഗ്രൈൻഡിങ് ഇല്ല ചേച്ചി. അല്ല ഞാൻ ഗ്രൈൻഡിങ് 6 മണിയാകുമ്പോ വൈകിട്ട് 6 മണി വരെ കഴിഞ്ഞ് കഴിഞ്ഞാല് നീയൊക്കെ ഗ്രൈൻഡിങ് പറ്റും. വേറെ ഇവിടെ ഉള്ള ബാക്കിയുള്ള ജോബുകൾ ചെയ്യണം. ആ ജോബ് ഒരു 8 മണി വരെ ആക്കോ അത് ഇവിടെ ടീച്ചറുള്ളമാര് പറയുന്നത് ടി വി ആയിട്ട് സിറ്റുവേഷൻ എന്ന് പറയുന്നുണ്ട്. ഞാനിപ്പോ തോണായി ഇതാ കേട്ടെ കേറുന്നാ. ഇല്ലല്ല ഇവിടെ സിറ്റുവേഷനാ. അതിന്റെ ഇടയ്ക്ക് നിന്നെ അടുത്ത സസ്പെൻഷനാ. നമുക്ക് ഞാൻ അറിയാമട്ടെ, അവർക്ക് നമ്മളെയാണ് അറിയാത്തത്, നമുക്ക് അവരെ അറിയാം. അവൻ ഗ്യാങ്ഡ്രസ് വിട്ടിട്ട് അവൻ കൊണത്ത്. അപ്പാ ഈ മോഷൻ ബ്ലർ കുറയ്ക്കാൻ ഏതായിരുന്നു സെറ്റിംഗ്സ്? വെരി ഹൈ. ഓടി വരിക അടിയെന്ന് പറഞ്ഞപ്പോ ഓടി വന്നല്ലേ ഞാൻ. നോർമൽ. ഇപ്പൊ ഓക്കെ നോക്കി, ഇപ്പൊ ഓക്കെ അല്ലേ? ഇതെന്താ പേര്? ചന്തിമുക്ക. ഇതൊക്കെ ഏത് ജംഗ്ഷൻ? അമ്പത്തൂര് ചന്തിയൂര് അല്ല ഒരു ഫൈറ്റ് സിറ്റുവേഷനിൽ അമ്പത്തൂര് തുണിയൂര് ചന്തി കാണിച്ചു ഓടിയ സ്ഥലമില്ലേ? അത് ഏതാന്ന് എനിക്ക് അറിഞ്ഞൂടാ ആ സ്ഥലം. ആ സ്ഥലത്തിന്റെ പേര് ഇപ്പൊ ചന്തിമുക്കം. അത് എവിടെയായിട്ട് വരും? അത് എവിടെ ആയിട്ട് വരും? കുറച്ച് മണ്ടയിലോട്ട് അങ്ങനെയാണ് ചന്തിമുക്കം പേര്. അർജന്റ് കോള് വരുന്നേ. TG എന്നാന്ന് തോന്നുന്നു. ഒരു സെക്കൻഡ്. ഹലോ പറ സാനിയ. സുഖം സാനിയ, സുഖല്ലേ?
എത്ര നാളെ കണ്ടിട്ട് അന്ന് പോയാ അതെന്താന്ന് വെച്ചാൽ സാനി ഉണ്ടല്ലോ എനിക്ക് ഈ സിറ്റിയിൽ വരാൻ വേണ്ടിട്ട് കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ടേ. ആണോ? ഞാൻ ഈ സിറ്റി വരുന്നത് കുറെ ആൾക്കാർക്ക് കണ്ടുകൂടാ. ഞാൻ ഈ സിറ്റിയിൽ വരുവാന്ന് പറഞ്ഞ് ഇടുമ്പോഴേ നാട്ടുകാരെല്ലാം പ്രാഗി തുപ്പി എന്നെ അറിയും. അണ്ണനോട് ഇങ്ങനെ എന്നോട് എനിക്കത് പേഴ്സണലി വിഷമമായി തുടങ്ങിയേ. നമ്മള് കാരണം ബാക്കിയുള്ളവർക്ക് കൂടെ ഉപദ്രവമാവോ എന്ന് പറയുമ്പോ വിഷമിക്കണ്ട, ഞങ്ങളൊക്കെ ഇല്ല കൂടെ. പിന്നല്ലാതെ അതെനിക്ക് അറിഞ്ഞൂടെ സാരിയ. എവിടെ എന്താ പരിപാടി? ഞാൻ മുതുക്കില് ചുമ്മാ ഇങ്ങനെ നിക്കുന്ന കാറ്റൊക്കെ. അണ്ണനോ? ഞാൻ ഇവിടെ മുതുക്കിന്റെ അടുത്ത് തന്നെ ഉണ്ട്. പയ്യ റിപ്പയറിന്റെ അവിടെ വന്നാൽ ഞാൻ സൈഡിൽ വന്ന് ജസ്റ്റ് ഒന്ന് കാണാം. വാറിന്റെ ഇടയ്ക്കാണ്, എന്നാലും ഒന്ന് സംസാരിക്കാം. ഓ വരണ്ടോ? ഓ ഞാൻ വരാം. പയ്യ റിപ്പയറിന്റെ അവിടെ വാ, ഞാൻ എന്തേലും പറഞ്ഞോട്ട്. ഓക്കെ, ഞാൻ വരുന്നു. ഓക്കെ. ഹലോ കേക്കാവോ? കത്തിപ്പോയോ? ഹലോ. ഞാനോർത്ത് ഇതേ എന്താ. അപ്പൊ നമ്മളൊരു വണ്ടിയിലല്ലേ വന്നത്? ഇൻ കേസ് എന്തെങ്കിലും എമർജൻസി വന്നാൽ നമ്മള് തൂക്കിക്കൊണ്ട് പോകില്ലേ വണ്ടിയില്ലാതെ? ഇല്ല, കടലിൽ നീന്തത്തില്ലേ? ബാക്കി കടലല്ലേ എങ്ങനെയാണെങ്കിലും രക്ഷപ്പെട്ടോളും പണ്ടോട്ടെ. നമുക്കല്ലേ നമ്മള് സേഫാ, മനസ്സിലായോ? ഇവിടെ കൊണ്ടുപോകത്തുള്ളൂ. എടാ നമ്മളിപ്പോഴും 17 പേരേ ഉള്ളോ? ഒരാളൂടോ? ആ സൂപ്പർ. അപ്പൊ ഈ 17 വരെ വെച്ചിട്ടാണ് സിറ്റുവേഷൻ എടുക്കാൻ പോണത് നിങ്ങള്? എടാ ബാല, നമ്മള് ഏറ്റവും കെയർഫുൾ ആയിട്ട് കളിക്കേണ്ട സാധനം ഇനിഷ്യലാ. ഇവിടുത്തെ ഇനീഷ്യല് മറ്റേ 25 അല്ലാട്ടാ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഒരാളെ ഹോസ്റ്റേജ് കൊണ്ടുപോകാന്ന് പറയണതാണ് ഏറ്റവും മോശവും കാര്യം. നമുക്ക് ഏറ്റവും നന്നായിട്ട് ഈ പ്രീ വാർ ഉണ്ടെന്ന് പറഞ്ഞ് ഒരാളെ നമുക്ക് വെറുതെ കൊടുക്കാൻ പറ്റൂലല്ലോ. ഞാൻ കാര്യം പറയട്ടെ, നമുക്ക് ഇപ്പൊ ടീച്ചറെ എവിടെയെങ്കിലും കാണാൻ പിടിച്ചിട്ട് അടിച്ച് കൊണ്ടുപോകാം. അതായിരിക്കും വെറുതെ അടിക്കാൻ പറ്റുമോ? കുറച്ചിട്ട് പോയില്ലേ? ഞങ്ങൾ വണ്ടി എടുത്തിട്ടില്ല. വെയിറ്റ് ചെയ്യും. എല്ലാരും വണ്ടി എടുത്ത് സെറ്റ് ചെയ്തിട്ട് വണ്ടി എടുക്കാൻ വേണ്ടി എടാ വണ്ടി എടുത്തിട്ട് വരുമോ? നമ്മള് വണ്ടി എന്റെ വണ്ടിയിൽ കേറാൻ പറ ബ്രോ. അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ആൾക്കാരുടെ കേറാൻ പറഞ്ഞിട്ടുണ്ട്. എടാ ഗ്രൂപ്പിലൊന്ന് പറഞ്ഞടാ കേറാൻ പറഞ്ഞടാ. അവന്റെ പേര് ലൂഫി ടീച്ചയാ. പക്ഷേ ലൂഫി വരുമല്ലോ. ഒരേ കാതാണ്. അപ്പൊ ഞാൻ ഒന്ന് റിപ്പയർ ചെയ്തിട്ടാ വരുന്നേ. ഹലോ കാണിക്കാനുള്ള ഞാൻ എടുക്കാത്തുണ്ടല്ലോ. നമ്മളിങ്ങനെ പറയാണ അണ്ണാ, ഈ റൊണാൾഡിനോടെ കൂടെ എന്തുകൊണ്ട് അണ്ണന്റെ ഫോട്ടോ വെച്ചിട്ടാണ്? ഇവിടെ ഫുട്ബോളിന്റെ പിന്നല്ലേ, എന്തുകൊണ്ട് നമ്മുടെ അണ്ണന്റെ ഫോട്ടോ വെച്ച് നമുക്ക് ഇത് പ്രശ്നം ഉണ്ടാക്കണോ? ഇത് ആരാണ് വണ്ടി നിർത്തിയിട്ടേക്കുവാണോ അതോ പൊക്കോണ്ടിരിക്കുവാണോ? ഇല്ല, അണ്ണ സേഫാ. അണ്ണ ഈ വണ്ടി എന്താ ക്രിക്കറ്റ് അല്ല അണ്ണ, ക്രിക്കറ്റ് അല്ലേ? സച്ചിന്റെ ക്രിക്കറ്റ് ആയിരുന്നെങ്കിൽ ഇപ്പൊ അണ്ണൻ കൂടെ അടുത്ത് നിന്നെ. നിനക്കൊക്കെ എന്താണ് പ്രശ്നം? അണ്ണ മെസ്സിയുടെ ട്രോഫി വന്ന റൊണാൾഡിനോ അല്ലടാ, റൊണാൾഡോ ആണത്. റൊണാൾഡോ വേറെ ആൾക്കാരാ. റൊണാൾഡീനോ ആരെന്നാ നിന്റെ വിചാരം? പഴയ പ്ലെയറാ. അതൊക്കെ അറിയാലേ. റൊണാൾഡോയുടെ കോച്ചാണ് റൊണാൾഡിനോ. റൊണാൾഡിനോട് പേര് വന്നപ്പോ കോച്ചിന് ഇൻസ്പയർഡ് ആണ്. ബെസ്റ്റ് ഫ്രണ്ട് ആണ്. അല്ലടാ അളിയനോ രണ്ടുപേരും കുടുംബത്തില്. അളിയനായിരുന്നു ചന്ദ്ര, അളിയനായിരുന്നു. ഓരോ തീട്ടങ്ങളെ കൊണ്ട് എന്തിനൊക്കെ പറയാനാ. 18 വർഷമായിട്ട് വേൾഡ് കപ്പ് മുടങ്ങാതെ കാണുന്ന ആളാണ്. എടാ എനിക്ക് എന്നാലും ബേസിക് ഈ കാര്യമൊക്കെ അറിയാടാ. എടാ എനിക്ക് ഈ കാര്യമൊക്കെ അറിയാം. ഇപ്പൊ ഇത്ര പൊട്ടറല്ലടാ ഞാൻ എന്തായാലും. ചന്ദ്ര ഇതില് 6 ഒക്കെ ഉണ്ട്. ഹലോ എന്തൊക്കെ
ഇറങ്ങി വന്നിട്ട് പെട്ടെന്ന് വണ്ടി കയറി പോയി. എവിടെ കണ്ടില്ല? കൊണ്ടുപോണേ വൈറ്റ് ഡ്രസ് ഇട്ടിട്ട്. ഞാൻ ദേ ഇവിടെ ഇറങ്ങി നിൽപ്പുണ്ട്. ആ ഞാൻ കണ്ട. ഹലോ ഹലോ. അവന്മാര് കറക്റ്റ് വണ്ടി എടുത്തോണ്ട് അങ്ങോട്ട് വന്നോണ്ടാണ്. അഥവാ ഇങ്ങോട്ട് എടുത്തോണ്ട് വരുവാണെങ്കിൽ ഒന്നും മിണ്ടല്ലേ, ഒന്നും മിണ്ടാൻ നിൽക്കല്ലേ. ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരാ വണ്ടിക്കകത്തിരിക്കുന്നത്. മനസ്സിലായി. പോവാം. ഹലോ കുട്ടി അണ്ണാ അണ്ണാ പോവാം. പോണ വണ്ടി വിട്ടോ. ഹലോ ഞാൻ പറഞ്ഞ ആളുണ്ടെങ്കിൽ പഠിക്കാം. നീ ഹോസ്റ്റേജ് ആളുണ്ടോ? അടിച്ചു കൊല്ലോ, ഒന്നെങ്കിൽ അടിച്ചു കൊല്ലേ. ചുമ്മാ നീ പെട്ടടിക്കുന്നല്ലേ? ഇവനൊക്കെ ഏതാടാ ഈ വണ്ടി? കത്തിലാണ് കണ്ണി തല എടാ ഇത് എന്താ ഇത് സിറ്റുവേഷൻ ആക്കാനാണ് അവൻ കൈപൊക്കി നിൽക്കുന്നത്. അവൻ കോൾ കൊടുക്കുന്നത്. ഹലോ. ഇല്ല എല്ലാരും കൂടി ഇവിടെ എത്തുവേ. 23 PL അതാണ് പ്രശ്നം. ഇതെന്താണ് എനിക്ക് മനസ്സിലാവണില്ല. അല്ല വാസന അറിയാൻപെട്ടെ അപ്പന്മാർക്ക് പ്രശ്നമില്ലെങ്കിൽ നമുക്ക് പ്രശ്നമോ? അമ്മാരുടെ വണ്ടി എത്തി ഇവിടെ. അമ്മാരുടെ അടുത്ത വണ്ടി എത്തി. എടാ ഇത് അടിക്കുവാണെങ്കിൽ എനിക്ക് അറിഞ്ഞൂടാ. പറ നീയൊക്കെ പിന്നെ എന്തെടുത്തോണ്ടിരിക്കണ? ഞങ്ങൾ പൊട്ടനെ പോലെ നിൽക്കുന്ന പിന്നെ എന്തിനാ? അണ്ണാ ഇവര് സംസാരിക്കുന്ന ഞാൻ അടിച്ചില്ല. എടാ ഈ PL ഉള്ള സമയത്ത് പയ്യെ വാടാ, അല്ലെ കത്തുവാടാ. നീഗൻ സ്ലോട്ടിലില്ല, എനിക്ക് അറിയാൻ ബ്രോ. ആരാടാ? എടാ വണ്ടി കൊണ്ടുവരാതടാ, ചില്ലാവടാ കോച്ച്. അല്ലല്ല നമ്മുടെ വണ്ടി പറന്നു വന്നാ. ഇത് അൺവാണ്ടഡ് സിറ്റുവേഷൻ അല്ലേ? ഡസ്റ്റർ എടുക്കുമ്പോ മാത്രമാണോ? എടാ ഞാൻ പറഞ്ഞേ, ഞാൻ എന്റെ ചാറ്റിൽ ഓൾറെഡി പറഞ്ഞേ ഗൈസ്. മറ്റേ ഡസ്റ്റ് ഒരു പ്ലെയറിനെ മാത്രം പൊക്കിക്കൊണ്ട് വന്നാൽ ഞാൻ അടിച്ച് തുപ്പിത്തരെയുള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇത് 2 ദിവസം റിപ്പീറ്റഡ് ആയതുകൊണ്ടാണ് ഇന്ന് എടുക്കാന്ന് പറഞ്ഞത്. മനസ്സിലായ? നീയൊക്കെ മറ്റേ ഫാനിസം കൊണ്ട് എന്റെ അടുത്ത് വരല്ലേ? TV-ക്കകത്തോട്ട് ഇവിടെ കൊണ്ടുവന്നോണ്ടല്ലോ വെള്ളം ഞാൻ വിളിച്ചു പറയും. പിന്നെ ഡെസ്ട്രോയ്ക്ക് വേണ്ടി നീ എന്നോട് സംസാരിക്കണ്ട. ഡെസ്ട്രോ TV കളിക്കുന്ന TV-യുടെ പ്ലെയറാ. അവനോട് ഞാൻ നോക്കിക്കോളാം. നീ എന്റെ അടുത്ത് മറ്റേ ഡെസ്ട്രോയെ താങ്ങിക്കൊണ്ട് വരണ്ട എന്റെ അടുത്ത്. ഞാൻ ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നീ മറ്റേ ബാക്കിയുള്ള പ്ലേയേഴ്സ് അതിന് 100 ഇടാൻ വേറെ കുറെ എണ്ണം. നീ അങ്ങനെയാണ് അത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അങ്ങനെ അങ്ങ് ആക്കിയാൽ മതി. നീ ഇവിടെ ഒന്ന് പറയണ്ട എന്നോട് വെക്കണമെന്ന്. ഇതിപ്പോ 2 ദിവസമായിട്ട് ഈ സിറ്റുവേഷൻ കണ്ടിന്യൂസ് വരുന്നോണ്ടാണ് TG ആയിട്ട് ഇനി സിറ്റുവേഷൻ വന്ന് എനിക്ക് ഓരോന്നോരോന്ന് ഡ്രോപ്പ് ചെയ്യാൻ വയ്യാന്ന് പറഞ്ഞോണ്ടാണ് എടുക്കാന്ന് പറഞ്ഞത്. അത് അൺവാണ്ടഡ് ആണോ ഇല്ലയോ എന്ന് ഞാൻ നോക്കുകയല്ല ഇപ്പൊ. ഇല്ലടാ ഞാൻ ഇവിടെ ഇപ്പുണ്ട്. ഇതാരും VC-യിലാണോ നീ? ഞാൻ സിറ്റിയിലുണ്ട്. 28 PL. ഇന്നിപ്പോ എന്തോ സ്നൈപ്പിന്റെ അടുത്ത് റോങ് ആയെന്ന് പറഞ്ഞിട്ട് എനിക്കറിയില്ല. ഇതിപ്പോ ഞാൻ അല്ല ആരെയാ സിറ്റുവേഷനിലുള്ള ആരെയാ നിങ്ങളുടെ കൂട്ടത്തില്? ചോദിക്കോ ഒന്ന് പുള്ളി ഉണ്ടോ ഇവിടെ? വിട്ടുവല്ലേ ചന്ദ്ര കളയാറായില്ലേ?